ഉത്തർപ്രദേശിന്റെ 80 ലോക്സഭാ സീറ്റുകളാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു പ്രധാന കാര്യമായി, ഒരു മാനദണ്ഡമായി നിശ്ചയിക്കപ്പെടുന്നത്. അവിടെ ആര് മുന്നേറ്റം നടത്തും, ഏറ്റവും കൂടുതൽ സീറ്റ് ആർക്ക് കിട്ടുന്നു, അതനുസരിച്ചിരിക്കും കേന്ദ്ര ഭരണം മാറി മറിയുന്നത്. ഇക്കുറി കോൺഗ്രസ് സമാജ്വാദി പാർട്ടിയുമായി ചേർന്ന് സഖ്യത്തിൽ മുന്നോട്ട് പോകുമ്പോൾ മുൻപെങ്ങുമില്ലാത്ത രീതിയിലുള്ള ഒരു അചഞ്ചലമായ ബാന്ധവം സൃഷ്ടിച്ചിരിക്കുകയാണ്. അത് കേന്ദ്ര നേതൃത്വത്തിന് വലിയ വെല്ലുവിളി തന്നെയാണ്. കഴിഞ്ഞ തവണ കേന്ദ്ര നേതൃത്വത്തിന്, അതായത് BJP സഖ്യത്തിന് ലഭിച്ച സീറ്റുകൾ 2014 10 സീറ്റ് കുറവായിരുന്നു. എന്നാൽ ഇക്കുറി വലിയ രീതിയിലുള്ള നഷ്ടങ്ങൾ വരാം എന്ന സർവേയാണ് പുറത്തു വരുന്നത് ഏറ്റവും ഒടുവിൽ. അതായത് സമാജ്വാദി പാർട്ടി 80-ൽ 40-ൽ അധികം സീറ്റുകൾ നേടിയാൽ തീർച്ചയായും BJPക്ക് വലിയ നഷ്ടമായിരിക്കും. മറ്റ് പല മേഖലകളിൽ നിന്നും സീറ്റുകൾ കണ്ടെത്തിയാൽ പോലും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം എന്ന മാജിക് ഫിഗറിലേക്ക് പോലും BJPക്ക് എത്തുക അസാധ്യമാകും. 370 സീറ്റുകൾ ഒറ്റയ്ക്ക് നേടിയെടുക്കും എന്നാണ് പ്രധാനമന്ത്രി പാർലമെന്റിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ദേശീയ നേതൃത്വത്തിന് വലിയ സംശയമുണ്ട് UPയിൽ എത്രത്തോളം ലഭിക്കുമെന്നത്. 2014-ൽ അമിത്ഷായ്ക്ക് ഉത്തർപ്രദേശിന്റെ ചുമതല ഉണ്ടായിരുന്നു. ഇലക്ഷൻ എഞ്ചിനീയറിംഗ് എന്ന ഓമന പേര് കൃത്യമായി തന്നെ അവിടെ ധ്രുവീകരണത്തിന് വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ നീക്കം BJP നടത്തിയതാണ്. ആ ധ്രുവീകരണം എത്രത്തോളം അവിടെ മാറ്റിയെടുക്കാൻ BJPക്ക് കഴിഞ്ഞു എന്നുള്ളതിന്റെ ഫലമായിരുന്നു അന്ന് 71 സീറ്റുകൾ ലഭിച്ചത്. എന്നാൽ ട്രെൻഡ് മൊത്തത്തിൽ മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഉത്തർപ്രദേശിന്റെ സമസ്ത മേഖലകളിലും വികസനവുമായി ബന്ധപ്പെട്ട നിരവധിയായ പ്രശ്നങ്ങളിൽ, പ്രത്യേകിച്ചും ഗുസ്തി താരങ്ങൾക്ക് നേരിടേണ്ടി വന്ന പ്രശ്നവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കേന്ദ്രമെടുത്ത നിലപാട്, ഇത്തരത്തിൽ പല കാര്യങ്ങളും അവർ തിരിച്ചു ചോദിക്കുന്നുണ്ട്. ഉത്തരം മുട്ടും. കേന്ദ്രമന്ത്രിമാർ തലങ്ങനെയും വിലങ്ങനെയും വന്ന് പ്രചരണം നടത്തിയതുകൊണ്ടോ അവർ അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞതുകൊണ്ടോ ഒന്നും ജനങ്ങൾക്കിടയിൽ അത് വലിയ തോതിൽ ഇത്തവണ യേശില്ല എന്ന് ഉറപ്പിക്കുന്ന രീതിയിലാണ് സർവേ ഫലങ്ങൾ പോലും പുറത്തു വരുന്നത്. അഭിപ്രായ സർവേ ഫലം അനുസരിച്ച് ഉത്തർപ്രദേശിൽ 30 മുതൽ 35 സീറ്റ് വരെ സമാജ്വാദി പാർട്ടി നേടിയേക്കാനുള്ള എല്ലാവിധ സാധ്യതകളും അവിടെ കാണുന്നുണ്ട്. അത് മാത്രമല്ല 42% വോട്ട് ഷെയർ ഇന്ത്യ മുന്നണി സഖ്യം നേടിയെടുക്കാനുള്ള സാധ്യതയും ഉണ്ട്. അങ്ങനെ വന്നാൽ തീർച്ചയായും NDA സഖ്യത്തിന്, BJP സഖ്യത്തിന് വലിയ നഷ്ടമായിരിക്കും ഉണ്ടാകുന്നത്.